നമ്മുടെ ഉള്ളിലെ പേടിയെ എങ്ങനെ തോൽപ്പിക്കാം എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചവരുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കൂ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ വലിയ അവസരങ്ങൾ നമുക്ക് മുന്നിൽ വന്നു നിൽക്കും. പക്ഷേ അത് സ്വീകരിക്കാൻ നമുക്ക് ധൈര്യം ഉണ്ടാകാറില്ല. ഇന്ന് ഞാൻ നിങ്ങളെ ദൂരെയുള്ള ഒരു മണൽക്കാറ്റുകൾ നിറഞ്ഞ രാജ്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ 3 നിഗൂഢമായ വാതിലുകൾ ഉണ്ടായിരുന്നു. ആ വാതിലുകൾക്ക് പിന്നിലെ രഹസ്യം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. വീഡിയോയുടെ അവസാനം ഈ കഥയിൽ നിന്നും നമുക്ക് പഠിക്കാൻ കഴിയുന്ന 3 വലിയ ജീവിത പാഠങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി സ്കിപ്പ് ചെയ്യാതെ കാണൂ. പണ്ട് മരുഭൂമിയുടെ നടുവിൽ പടുകൂറ്റൻ മതിലുകളുള്ള ഒരു നഗരമുണ്ടായിരുന്നു. അവിടുത്തെ സുൽത്താന് ആൺകുട്ടികളില്ലായിരുന്നു. ഭരണം കൈമാറാൻ ആളുകളില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഒരു പരീക്ഷണത്തിന്, അതായത് ഒരു വെല്ലുവിളി പ്രഖ്യാപിച്ചു. കോട്ടയുടെ ഉള്ളിൽ 3 വലിയ വാതിലുകളുണ്ട്. അതിലൂടെ കടന്ന് അപ്പുറത്ത് എത്തുന്നവന് രാജ്യം നൽകും. സുലൈമാൻ എന്ന പാവപ്പെട്ട യുവാവ് ഇത് കേട്ടു. അവൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു, പക്ഷേ അവൻ്റെ മനസ്സിൽ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അവൻ കോട്ടയുടെ കവാടത്തിൽ ചെന്നു നിന്നു. ആദ്യത്തെ വാതിൽ കരിങ്കല്ലിൽ തീർത്തതായിരുന്നു. അതിൽ കൊത്തിവച്ചിരിക്കുന്നു: ഭയത്തെ കീഴടക്കുന്നവൻ മാത്രം അകത്തേക്ക് കടക്കുക. സുലൈമാൻ്റെ ഹൃദയം പടപടാ മിടിച്ചു. ചുറ്റും നിന്നവർ അവനെ പേടിപ്പിച്ചു: അതിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ നിന്റെ അവസാനമായിരിക്കും. അതിനപ്പുറം വലിയ ബലാഹ് അഥവാ വിപത്ത് ആണെന്നും നിന്റെ ജീവിതം ഇതോടുകൂടി നീ തീരുമെന്നും പലവരും അവനെ ഉപദേശിക്കുകയും അവനോട് പറയുകയും ചെയ്തു. പക്ഷേ സുലൈമാൻ തളർന്നില്ല. അവൻ ആ ഭീമാകാരമായ വാതിൽ തള്ളിത്തുറന്നു. വാതിൽ തുറന്നതും സുലൈമാൻ കണ്ടത് കൂറ്റൻ ഇരുട്ടാണ്. ഒരു തരി പോലും വെളിച്ചം അവിടെയില്ല. ഓരോ ചുവട് വെക്കുമ്പോഴും അവിടെ നിന്ന് വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാം. തിരിച്ചു പോകൂ, നിനക്കിവിടെ മരണമാണ്. നിന്നെ കാത്തിരിക്കുന്നത് മരണമാണ്. അതുകൊണ്ട് സൂക്ഷിച്ചോ, തിരിച്ചു പോകൂ. ആരോ അവൻ്റെ കാതിൽ ഇടിമുഴക്കം പോലെ പറയുന്നതായി അവന് തോന്നി. പക്ഷെ അവൻ വിട്ടില്ല. തപ്പിത്തടഞ്ഞു മുന്നോട്ട് നടക്കുമ്പോൾ അവൻ്റെ കയ്യിൽ ആദർശികമായി ഒരു ചില്ലുകുപ്പി പ്രത്യക്ഷപ്പെട്ടു. അതിൽ ഒരു ചെറിയ തിരിയുണ്ടായിരുന്നു. സുലൈമാൻ അത് കത്തിച്ചു. ആ ചെറിയ വെളിച്ചം പരന്നതും അതുവരെ കണ്ട ഭയപ്പെടുത്തുന്ന രൂപങ്ങളെല്ലാം വെറും നിഴലുകൾ മാത്രമാണെന്ന് അവന് തിരിച്ചറിഞ്ഞു. സഹോദര, ഇതിൽ നിന്നുള്ള പാഠം ഇതാണ്: നമ്മുടെ പ്രശ്നങ്ങൾ പലപ്പോഴും ദൂരെ നിന്ന് കാണുമ്പോൾ വലുതായിരിക്കും. പക്ഷേ ഒന്ന് നേരിട്ട് ചെന്ന് നോക്കിയാൽ ഒന്നുമല്ലെന്ന് മനസ്സിലാകും. നമുക്ക് വലുതായി പർവ്വതം പോലെ തോന്നുന്ന പ്രശ്നങ്ങൾ നാം അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നേരിടാൻ തയ്യാറാണെങ്കിൽ നമുക്കത് ചെറിയ സൂചിക്കുത്ത് പോലെയായിരിക്കും. സമുദ്രത്തിൽ നിന്ന് മുക്കിയെടുത്ത ഒരു സൂചിയിൽ എത്രത്തോളമുണ്ടോ വെള്ളം, അത്രത്തോളം മാത്രമേ പ്രശ്നങ്ങളുണ്ടാവൂ. പക്ഷേ നാം അതിനെ പർവ്വതീകരിച്ച് ചിന്തിച്ച് അതിനെ ഒരു പർവ്വതം കണക്കേ നിർമ്മിക്കും. അവൻ അടുത്ത വാതിൽക്കൽ എത്തി. അത് സ്വർണം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. വാതിൽ തുറന്ന സുലൈമാന് അത്ഭുതമായി. കണ്ണിന് വിശ്വസിക്കാൻ കഴിയാത്ത രൂപത്തിൽ കണ്ണഞ്ചിപ്പിക്കുന്ന തിളക്കം അവിടെ നിന്ന് അവൻ്റെ മുഖത്തേക്ക് അടിച്ചു. അവിടെ സ്വർണ്ണ നാണയങ്ങളും രത്നങ്ങളും മല പോലെ കൂട്ടിയിരിക്കുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഇത് മതിയെങ്കിൽ നിനക്ക് ഇത് മൊത്തം എടുത്തു പോകാം. സുലൈമാൻ്റെ മനസ്സ് ഒരു നിമിഷം ചഞ്ചലപ്പെട്ടു. ഇതൊക്കെ എടുത്താൽ എനിക്ക് ജീവിതകാലം മുഴുവനും രാജാവായി ജീവിക്കാമല്ലോ എന്നവൻ ചിന്തിച്ചു. പക്ഷേ അപ്പോഴാണ് അവന് സുൽത്താൻ്റെ ഓർമ്മ വന്നത്. ഇതെടുത്താൽ എനിക്ക് ഈ സ്വർണം മാത്രമേ ലഭിക്കുകയുള്ളൂ.
അപ്പുറം കടന്നാൽ രാജാവ് പറഞ്ഞതുപോലെ ഈ രാജ്യത്തിൻ്റെ രാജാവാകാം. ഈ നിധിയെടുത്താൽ എൻ്റെ യാത്ര ഇവിടെ അവസാനിക്കും. അവൻ ഒരു സ്വർണ്ണ നാണയം പോലും തൊടാതെ ആ മുറി കടന്നു പോയി. നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാണ് സഹോദര. ചെറിയ ചെറിയ പ്രലോഭനങ്ങളെ കണ്ട് നമ്മൾ നമ്മുടെ വലിയ ലക്ഷ്യങ്ങൾ മറന്നു പോകും. ചെറിയതിനും വേണ്ടി വലിയ പല ലക്ഷ്യങ്ങളും നാം ഒഴിവാക്കി മുന്നേറും. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും വലിയ ലക്ഷ്യങ്ങൾക്ക് ചെറിയ ദൂരം മാത്രമേ ബാക്കിയുള്ളൂ എന്ന്. അപ്പോൾ നാം ഗതിക്കുകയും ചെയ്യും. അവിടുന്ന് അവൻ മൂന്നാമത്തെ വാതിലിൻ്റെ അടുത്തേക്ക് നടന്നു. ഒടുവിലത്തെ മൂന്നാമത്തതുമായ വാതിലെത്തിയപ്പോൾ അത് ലളിതമായ ഒരു മരത്തടി വാതിലായിരുന്നു. അത് തുറന്നപ്പോൾ സുലൈമാൻ കണ്ടത് ഒരു വലിയ കണ്ണാടിയായിരുന്നു. അത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി അവൻ. സ്വർണ്ണ കിരീടവും രാജാവിൻ്റെ വസ്ത്രവും ധരിച്ചു തൻ്റെ തന്നെ രൂപം കണ്ടപ്പോൾ അവന് അത്ഭുതമായി. അത് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് സുൽത്താൻ അവനെ കാത്തു നിൽക്കുകയായിരുന്നു. സുൽത്താൻ അവനെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, മകനെ, ഭയത്തെ തോൽപ്പിക്കുവാനും പ്രലോഭനങ്ങളെ അവഗണിക്കുവാനും പഠിച്ചവന് മാത്രമേ സ്വന്തം കരുത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. ആ കണ്ണാടിയിൽ നീ കണ്ടത് നിന്റെ തന്നെ ആത്മവിശ്വാസത്തെയാണ്. ഇനി നീയാണ് ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരി. നമ്മുടെ ജീവിതത്തിലും ഈ 3 വാതിലുകളുണ്ട്. ഒന്ന് നമ്മുടെ പേടിയാണ്, 2 നമ്മുടെ സുഖസൗകര്യങ്ങൾ, 3 നമ്മുടെ ഉള്ളിലെ കഴിവാണ്. ഈ കഴിവിനെ നാം ഉപയോഗപ്പെടുത്തുന്നില്ല. ഈ 3 കാര്യങ്ങളും തിരിച്ചറിഞ്ഞാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.